കാട്ടുകൊള്ളക്കാരൻ വീരപ്പൻ കൈയടക്കി വെച്ചിരിക്കുന്ന വനപ്രദേശത്തിലൂടെ സഞ്ചാരികൾക്കായി കർണാടക വനം വകുപ്പ് വിനോദയാത്ര ആരംഭിച്ചിരിക്കുന്നു. തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ഹൊഗനക്കൽ വെള്ളച്ചാട്ടത്തിൽ നിന്നും സഫാരി ആരംഭിക്കുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. വീരപ്പന്റെ ജന്മനാടായ ഗോവിനാഥം ഗ്രാമത്തിൽ നിന്നും ആരംഭിച്ച സഫാരിക്കായി നിരവധി പേര് നൽകിയിരിക്കുന്നെന്നും വനവകുപ്പ് അധികൃതർ പറഞ്ഞു. കാവേരി വന്യജീവി സങ്കേതത്തിലൂടെ 22 കിലോമീറ്റർ ദൈർഘ്യമുള്ള സഫാരി ഈ പ്രദേശത്തെ വീരപ്പന്റെ ഒളിത്താവളങ്ങളെയും സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഹൊഗേനിക്കിൽ നിന്നും സഫാരി ആരംഭിക്കാനാണ് കാവേരി വന്യജീവി സങ്കേതത്തിലെ അധികൃതർ തീരുമാനിച്ചത്. തമിഴ്നാട്ടിലെയും കർണാടകയിലും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. കാവേരി നദിയിലെ ബോട്ടിങ്ങിനും ഈ പ്രദേശത്തെ മത്സ്യവിഭവങ്ങൾക്കുമായി സഞ്ചാരികൾ കൂട്ടത്തോടെ എത്താറുണ്ട്. രാവിലെയും വൈകിട്ടും 2 ട്രിപ്പുകൾ വീതം പോകാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഒരു ബസ്സിൽ 25 പേർക്ക് സഞ്ചരിക്കാൻ കഴിയും. സഫാരിക്ക് ആവശ്യമായ വാഹനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. സഞ്ചാരികൾക്ക് താമസിക്കാനായി ഗോപിനാഥം ഗ്രാമത്തിൽ ടെന്റ് ഹൗസുകൾ ഒരുക്കും. സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഗ്രാമത്തിലെ ചിലർ ഹോം സ്റ്റേ സൗകര്യങ്ങളും ഒരുക്കി തുടങ്ങി. 2024 ജനുവരിയിൽ 3500 വിനോദസഞ്ചാരികളാണ് വെള്ളച്ചാട്ടം കാണാനെത്തിയത്. അതേ വർഷം മാർച്ച് മാസത്തിൽ 9381 പേരും ഹൊഗനക്കിലേക്ക് എത്തി. ഏകദേശം 1400 വിദേശ സഞ്ചാരികളാണ് ഇക്കാലയളവിൽ ഇവിടേക്ക് എത്തിയത്. സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുന്നത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുമെന്നും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും വനവകുപ്പ് പ്രതീക്ഷിക്കുന്നു.